കുറച്ച് നാച്ചുറൽ ആയിട്ട് ചെയ്യേരി. എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, ബാക്കി നീ വന്നിട്ട് കാണിക്കുവാണെങ്കിൽ. ഇനി ഉമ്മ വെക്കുന്നത് ഞാൻ പഠിപ്പിച്ചാരി. ഒരു ഡയറക്ടർ ഗതികടന്നെ മാറിക്ക്. അയ്യോ, അതൊരു നാച്ചുറാലിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ചമ്പ മുരിക്കന്നറാ നല്ലത്. അതാകുമ്പോ തല്ല് കിട്ടിയില്ലല്ലോ. നീ എന്താ നട്ടപ്രാന്ത് പറഞ്ഞേ? നീ അല്ല നിന്റെ ഷോർട്ട് ഫിലിമിലേക്ക് ടൈം പീസിൽ എടുത്ത് ബോംബ് വേണമെന്ന് പറഞ്ഞേ. ഇതാ ഒറിജിനൽ ബോംബ്. നീ ഒറിജിനാലിറ്റി ആളല്ലേ? ബോംബ് ഉണ്ടാക്കുന്ന നീ എന്തിനാ ചമ്പ ആ മുരിക്കിനെ പീഡിപ്പിക്കുന്നത്? നീ എവിടുത്തെ സംവിധായകനടാ? ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിയാലും മെച്ചന്മാർ ചാവല്ലേ? ഇതാകുമ്പോ ഇപ്പൊ കയ്യല്ലേ പോവും. നിക്കെന്താ പല്ലോമ്പിലുണ്ടാ? വന്നപ്പോഴേണ്ടല്ലോ നീ കൗട്ടേക്ക് കയ്യും വെച്ചിട്ട്. ആ ഗോവിന്ദന്റെ ഓള് കാർത്തിയാനി എന്നെ തച്ചുറാ. തച്ചുന്നാ? എന്തിന്? അല്ല എന്തിനായാലും നിന്നെ തയ്ക്ക് ഓളാരി അഭിനയിക്കാൻ ചാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ കൂടിയിട്ട് ഓളെന്നാ വിട്ടൂടാ ചമ്പ. ഓളാ എന്തായാലും വിട്ടൂടാ. ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. അമ്മണിക്കുട്ടീനെ എനിക്ക് തരില്ല എന്നുള്ള എന്നെ വീട് നോക്കി പറഞ്ഞു. ഓക്ക് പണി കൊടുക്കണം. ഓളോളെ മൊബൈൽ എടുത്തിട്ടാ എൻ്റെ ചെവിരെ കണ്ടൊക്കെ തല്ലി വന്നത്. എന്നിട്ട് അതിനില്ല മറുപടി ദൈവം അപ്പം തന്നെ കൊടുത്തിന് ചമ്പ. ഓളെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയി. ഓളെ മൊബൈലിന്റെ ഡിസ്പ്ലേ പൊട്ടിയാൽ മാത്രം പോരാ, ഓളെ മുഖം വീർത്ത് ചിഞ്ഞ് നാറിയിട്ട് പൊട്ടിയ ഡിസ്പ്ലേ പോലെയാണ്. നാട്ടുകാർ ഓളെ നോക്കിയിട്ട് കളിയാക്കിയിട്ട് ചിരിക്കണം. ഹലോ, ഹലോ, ഞാൻ ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂർ, പ്രൊഡ്യൂസർ. അയ്യോ സാറേ, പറ സാറേ, എൻ്റെ നമ്പർ എങ്ങനെ? അതൊക്കെ പറയാം. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു തറവാട് വേണം. ഞാനും ലാലേട്ടനും സംവിധാനമൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. ലാലേട്ടനല്ല, സഷാൽ മോഹൻലാൽ. ഞങ്ങൾ അരമണിക്കൂറിനകം അവിടെ എത്തും. അർജന്റാണ്, പ്ലീസ്. സാറ് വന്നിട്ട് ഷൂട്ട് ചെയ്തോ? വീടിന്റെ ആധാരം വരെ തരാം. ഓക്കെ, അരമണിക്കൂർ. ലാലേട്ടൻ വീട്ടിലിരുന്ന് ഞാനിത് ആരോടിപ്പോ പറയണ്ടേ? ഹലോ, പത്മാട്ടിയല്ലേ? പത്മാട്ടി, നിങ്ങൾ അറിഞ്ഞിനാ മോഹൻലാൽ വരുന്നോളൂ നമ്മളെ നാട്ടിലൊക്കെ. ഒരു കത്തുണ്ട്. കത്ത? ഞങ്ങൾക്ക് കത്തയക്കാൻ ദുബൈയിൽ ആരില്ലല്ലോ റാങ്ക്. ഇത് ദുബൈയിൽ നിന്നൊന്നുമല്ല, ബാങ്കിൽ നിന്ന്. നിങ്ങളെ തറവാട് ജപ്തി ചെയ്യുന്നല്ലോ അപ്പിയാ. ഹമ്പു കൊമ്പു. ഇത്രോളം നിങ്ങൾ കൊടുത്ത പൈസ ആർക്കും മടക്കി തന്നില്ല. എല്ലാവരും സഹായിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത്. ഹമ്പു, ഇതറിഞ്ഞാല് കാർത്തിയന് ചങ്കിരി വള്ളി ഇടിച്ചു അത്രു. ഇന്നാ കുഞ്ഞിനെ പറന്നാളായിട്ട് ഓക്കൊരു ഡ്രസ്സ് കൂടി മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തറവാട് പോയി എല്ലാം പോയ മോള് എന്താക്കുന്നു എനിക്കറിയാലോ. എൻ്റെ ആക്കൃതിയാണ് നമ്മൾ. ഇന്ന് അമ്മണിക്കുട്ടിയെ പിറന്നാളല്ലേ, ഓക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എങ്ങനെയെങ്കിലും ഓളെ മനസ്സിൽ കയറി പറ്റണം. നീ ഈട് തന്നെയല്ലേ കുഴിച്ചിട്ടെ? ഈട് തന്നെ. അതാ ഈ തെങ്ങും ഈ തെങ്ങിനാണ് ഈ മൂന്ന് ഇതിന്റെ പൊട്ടിച്ചിട്ടുണ്ട. വീട്ടിൽ വെച്ചങ്ങ് കാർത്തിയാനെ പൊട്ടിക്കുന്നല്ലേ ഞാൻ വീട് വെച്ചത്. അത് നല്ലതായി, അത് നല്ലതായി. വേഗം വേഗം വേഗം. ശങ്കരേട്ടാ, 2 കൊല്ലം മുമ്പ് വെച്ച് തേനിട്ട് വെച്ചത് ഇത് ഒന്നേ ബാക്കിയുള്ളത്. ശങ്കരേട്ട നല്ല കിടില സാധനം ഇങ്ങോട്ട് തന്നത് കൊതിയാന്ന് കണ്ടിട്ട് കോയിന. ജാമീനില്ല. അതാ മണ്ട പുഷ്പനല്ലേ പാഞ്ഞത്? ഇത് എന്നെ കൊന്നര്. അല്ല, മണ്ട പുഷ്പൻ എന്റെ വീട്ടിലേക്ക് പോയത് കാർത്തിയായനെ.
കറുത്തേണ്ടി വിവരം അറിഞ്ഞ പഠനം ഞാൻ സ്റ്റേഷൻ ഇറങ്ങിയോടി. ലാലേട്ടനെ പോലത്തെ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട് വലിയ ഭാഗ്യമാണ്. കാർത്തേണ്ടിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ലാലേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു വേഷമാക്കി തരുവേണ്ടി. അതിനെന്താ, ലാലേട്ടനോട് ഞാൻ പറയാലോ. ശങ്കരേട്ടാ, കാർത്തിയായനല്ല റിംബു അമ്മണിക്കുട്ടി എന്റെ മക്കളെ. ഗോവിന്ദേട്ടന്റെ സന്തോഷം കണ്ടോ? എല്ലാരും പേരെടുത്ത് വിളിച്ച് കരുന്നേ. ലാലേട്ടൻ പേരും ഗോവിന്ദേട്ട. അമ്മണിക്കുട്ടി അമ്പലത്തിൽ പോയിട്ടുണ്ട്, റിംബു അപ്പുറമുണ്ട്. നിങ്ങളൊരു കർമ്മ തന്നെപ്പാ. ആര് ചത്തില്ലേ? പിന്നെന്തിനാ ആൾക്കാർ കൂടിയത്? പാട്ട് കോപ്പ് ഇവിടെ പ്രാന്തായ അമ്മണിക്കുട്ടി കൊടുത്തടാ. അമ്മണിക്കുട്ടിയുടെ പിറന്നാളല്ലേന്ന് ഓള് അമ്പലത്തിൽ പോയി. എൻ്റെ അമ്മായി, നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേട്? സിനിമക്കാരൻ മുമ്പിൽ എൻ്റെ അമ്മണിക്കുട്ടീനെ ചമച്ചിട്ട് എടുത്താനൊന്നും ഞാൻ നമിക്കില്ല. അച്ചടാ, നിന്റെ സമ്മതം ആർക്ക് വേണം? ഓളെ ചിലപ്പോ കണ്ടിട്ട് സിനിമയിൽ എടുത്താലാ? ഓൻ്റെ ഒരു സമ്മതം. ഇങ്ങനെ പോയാൽ എൻ്റെ അമ്മണിക്കുട്ടീനെ എങ്ങനെ ചിലപ്പോൾ ലാലേട്ടന് കെട്ടിച്ചു കൊടുക്കുമല്ലോ. കൊടുക്കും, അതിന് നിന്റെ സമ്മതം വേണം. ലാലേട്ടന് കെട്ടിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും നിനക്ക് കിട്ടിയില്ല അമ്പു. ആ വെള്ളം നീ വാങ്ങി വെക്ക്. അമ്മായി കൊമ്മായി, നീ പോട ചക്ക. മക്കളെ ഡാൻസ് പോടുറാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നടന്ന വിസ്മയം നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ, അതുപോലെ എൻ്റെ സ്വന്തം ലാൽ. ഞങ്ങളിനി കൂട്ടുകാരാവാൻ പോകുന്നത്. നിങ്ങൾ ലോക്കൽ കളിച്ച് അവരെ വെറുപ്പിക്കരുത്. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ ലാലോട്ടോട് പറഞ്ഞ് നീയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ? ഇതാ പറഞ്ഞത്, അലമ്പരുത്. ആരും അലമ്പരുത്. വൈകുന്നേട്ടാ പണ്ട് മേടിച്ച പൈസ എനിക്കൊരു സാധനം പോണോ? പണ്ട് കട കൊടുത്ത 4ാമത്തെ ആളാണ് എനിക്ക് ഇത് തിരിച്ചു തരുന്നത്. കുമാര, നിനക്കൊരു ചാൻസ് തരാം. നല്ലോണം പ്രാർത്ഥിച്ചോ, ശ്രമിക്കാം. ഗോയിന പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. എന്നെ നമ്മളാരെ പറഞ്ഞ് പറ്റിച്ചല്ലോ. ശങ്കരേട്ടാ, നിങ്ങൾ നെഗറ്റീവ് ഉണ്ടേണ്ട. ഞങ്ങളെ പറ്റിച്ച് അവർക്ക് എന്ത് കിട്ടാനില്ലത്? അല്ല, അത് ശരി തന്നെ. അനശ്വര പ്രകൃതിയെ കൂട്ടിണക്കി നമ്മുടെ മസ്തിഷ്കവും ഉടലും കടലും പോലെ വിശാലമായി തീരണം. രതീഷേ, ഒറ്റ മതിയാക്കിര നിന്റെ ഒരു മസ്തിഷ്കം. വെറുതെ അല്ല നീ രക്ഷപ്പെടാതെ. എന്നെ കളിയാക്കിക്കോ, എന്റെ ഭാവനയെ ഡോൺ ടച്ച് അമ്പ. നിന്റെ ഭാവനെ ഞാൻ തൊടുന്നില്ല. നമുക്കില്ലേ ആ ഗോവിന്ദന്റെ വീട്ടിലെ കോലാഹലം എന്താ വാ നോക്കാലോ. കാർത്തിയായനി ഇന്ന് നാറി പണ്ടാരടങ്ങണം. നോക്കറ, ഞാൻ എത്രയോളം ബോംബ് കണ്ടിട്ടാ. നീയല്ലേ ഷോർട്ട് ഫിലിമിന് ഒറിജിനാലിറ്റി വേണം തന്നെ. അങ്ങനെ ഒറിജിനൽ ബോംബ് ഉണ്ടാക്കിയത്. ഓഹോ, ഇതെങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ? ഇത് കുലുക്കിയണ്ട. നീ കുലുക്കി കഴിഞ്ഞാൽ അതിൻ്റെ അൾട്രാം അടിക്കും. അൾട്രാം അടിച്ചാൽ പിന്നെ 10 മിനിറ്റിൽ ബോംബ് പൊട്ടും. നിനക്ക് ആ സമയത്ത് ക്യാമറയുടെ വേണം വെക്കാമല്ലോ 10 മിനിറ്റിൽ. എന്താ നീ എന്നെ പിടിച്ചോ? നേരെ പിടിച്ചോ. അയ്യോ ദൈവമേ, ഇന്ന് ഈ ബോംബിന്റെ സീൻ എടുക്കാനുണ്ടായ ചമ്പ. അപ്പോഴത്തേക്ക് ആ കാർത്തിയാനി പണി വെച്ചിട്ട് നീ ഏടാ പോയെ? അമ്മണിക്കുട്ടിയെ പറഞ്ഞാളിന്ന് ഒക്കെ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയത്. സിനിമക്കാർക്ക് എന്തായാലും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. ചെമ്പനോളെ പെണ്ണ് കാണാൻ വന്നത് എന്തായാലും ശരി തന്നെ. അമ്പു മാത്ര കാർത്തിയായനി ചെമ്പൻ എന്തായാലും ഓളെ കെട്ടിച്ചു കൊടുക്കാല. ഓളെ നീ എന്നെ കെട്ടണം. ഒന്നെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ ചെമ്പാട്ടിന്. അല്ല എനിക്ക് തന്നെ വേണം. ഓള് നിനക്ക് തന്നെറാ. മാത്രം നീലേ നമ്മ പറയുന്ന പോലെ കേൾക്കണം. എന്തായാലും ലാലേട്ടനൊന്നും വരാൻ പോകുന്നില്ല. അതാരോ തട്ടിവിട്ട തന്നെ. എനിക്കും അങ്ങനെ തോന്നുന്നു. അമ്പുന് ബുദ്ധിയുണ്ട്. ഇനി നീ നമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ വഴിയിൽ വെച്ച് മോഹൻലാലിനെ കണ്ടു. എപ്പോ? പറയുന്ന കേക്ക്. നീ കമ്മണിക്കുട്ടിനെ വേണം. വേണം, എനിക്ക് വേണം. മോഹൻലാൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരും. പകരം സിനിമയ്ക്ക് വേണ്ടപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാൽ എന്നെ ഏൽപ്പിച്ചു നാട് പോയിട്ട് നീ പറയണം. എന്തിനാ ചേട്ടാ അങ്ങനെ പറയുന്നത്? മണ്ട, അമ്മണിക്കുട്ടീനെ സിനിമയിൽ എടുക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അങ്ങനെ ഞാൻ വിചാരിക്കണമെങ്കിൽ അമ്മണിക്കുട്ടീനെ അമ്പുന് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയും. അപ്പം ആ തള്ളക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. നിന്റെ അമ്മണിക്കുട്ടിയോടല്ലേ നിന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ട് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ മതി. വേണം, നല്ല ഐഡിയ.
ഇതിപ്പോ ഞാൻ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞിട്ട് സെറ്റാണ്. അപ്പൊ നീ എന്താ ചില ആലേട്ടൻ പേരില്ലാന്നെല്ലാം പറഞ്ഞത്, നീ എല്ലാം പൊളിച്ചില്ലേ ഇപ്പോ? ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. എങ്ങനെ? ഈ ബോളനമ്പ് ലാലേട്ടനെ കണ്ടു എന്നിട്ട് അവിടെ പോയിട്ട് പറയുമല്ലോ, അവസാനം കാർത്തിയാനേട്ടിയോടില്ല ചൊടി തീർക്കാൻ വേണ്ടിയിട്ട് അമ്പുണ്ടാക്കിയ കള്ളക്കഥാന്ന് നമ്മ പറയും. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കാക്കിച്ച് തുപ്പും, അമ്മണിക്കുട്ടിയും തുപ്പും. അപ്പം അമ്മണിക്കുട്ടി ഫ്രീ ആയാ പിന്നെ അമ്മണിക്കുട്ടി ആയത് ചെമ്പൻ്റെത്. പൊന്നു മോനെ രതീഷേ, നീ രതീഷല്ലടാ, നീ 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 മതി 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 മതി, നീ ഓവറാക്കണ്ട. വെറുതെ അല്ലറാ മികച്ച തിരക്കഥാകൃത്തിനില്ല ഓസ്കാർ അവരുടെ ഞാൻ രാഷ്ട്രപതിയിലായിരുന്നു വാങ്ങിച്ചത്. എങ്ങനെ? സ്വപ്നത്തിൽ. ഈ എന്ത് ചളിറാ, നാറിയിട്ട് പൊട്ടുന്നു. നാരണം നമ്മളല്ലറാ അപ്യ. ആക്ഷൻ. ഇതെൻ്റെ അമ്മണിക്കുട്ടിക്ക്. ചെമ്പേട്ടാ, ഇതെൻ്റെ അമ്മണിക്കുട്ടിക്ക് ഞാൻ പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വെച്ച വാച്ച്. ഈ ടൈം പീസ് നിങ്ങൾ ആർക്ക് കൊടുക്കാൻ വെച്ചത്? അല്ല, ഇത് ആർക്ക് കൊടുക്കാൻ വെച്ചത് നിങ്ങൾ പറയാറോ ചെമ്പേട്ടാ? അത് എന്റെ ബെല്ലുമാണ്ട് മുകളിലോട്ട് പോവാൻ കാത്തിക്കുന്നേ, അത് സമയം അറിയാൻ വേണ്ടി. എന്തേ? ഓഹോ, അങ്ങനെ. ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ മട്ടത്തിൽ തന്നെ കൊടുക്കണം. അമ്മണിക്കുട്ടിയുടെ പാച്ചി, ചെമ്പൻ്റെ അൽറാം. അമ്മണിക്കുട്ടി അമ്പലത്തിൽ പോയതുകൊണ്ട് അമ്മണിക്കുട്ടിയുടെ ഗ്രൂപ്പായിട്ട് കാർത്തിയാനായിട്ട് അഭിനയിച്ചാൽ മതി. മാത്രമല്ലേ അമ്മണിക്കുട്ടിക്ക് ഒരു കാമുകനെ വേണം. അമ്മണിക്കുട്ടിക്ക് കാമുകനായിട്ട് അഭിനയിക്കാനല്ലേ ആരില്ലത്? അമ്മണിക്കുട്ടിയുടെ കാമുകനാ? അത് ഞാൻ തന്നെ. അമ്മണിക്കുട്ടിയുടെ കാമുകൻ റെഡി. ഡയറക്ടർ ഇത് പിടിച്ചേ. ഞാൻ എന്താക്കണ്ടേ? അമ്മായി, അമ്മണിക്കുട്ടി പൊട്ടും. പൊട്ടിക്കാനായിട്ട് എനിക്ക് ഒരു മജ്ജല്ലേ, ഒരു മജ്ജയിൽ പിന്നെ പൊട്ടി കഴിഞ്ഞു. ബോംബ് ആക്ടിവേറ്റ്, ബോംബ് ഇപ്പൊ പൊട്ടുന്നു. ബോംബാ? ആ, ഏത് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ 10 മിനിറ്റ് പൊട്ടുടേ. പിന്നെ ഇത് പൊട്ടുന്നേ. നീ എന്നെ കൊല്ലിക്ക് വേണ്ടി എടേ കാർത്തിയാനി, എടാ ഗോവിന്ദാ, മോഹൻലാൽ അങ്ങ് അമേരിക്കയിലുണ്ട്. മോഹൻലാലും വരില്ല, ഒരു കോപ്പും വരില്ല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം അമ്പുന്റെ കളിയാണ്. അമ്പു മോഹൻലാലിനെ കണ്ടിട്ടാ, ഒരു കോപ്പിനെ കണ്ടിട്ടാ. പറ്റിച്ചേ. മോഹൻലാലും വരില്ല. മോഹൻലാൽ ഓളെ എന്നെ തല്ലും ബന്ധു വിചാരിച്ചിട്ടാണ്. ഓളെ ചാപിട്ടി ഓളെ റദീസ് പറഞ്ഞ സത്യാണോടാ? സത്യാണോന്ന്? ശരി തന്നെ മാമ. മാമനെ കടത്തുനിന്ന് രക്ഷിക്കുക, ഈ തറവാട് ജപ്തി ചെയ്യാതിരിക്കുക, എൻ്റെ അമ്മണിക്കുട്ടി പെരുവഴിയിലാവാതിരിക്കുക. എന്ത്? അതെ മാമ, ഇങ്ങനെ ഒരു കള്ളക്കഥ പൊട്ടിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടിയത്. ഞാൻ എല്ലാവരും നന്മ മാത്രമേ വിജയിച്ചു. നീ ഒരു ബുദ്ധിമാനല്ലടാ, എന്റെ പൊന്നു മരിവൻ. ഇതായിരിക്കും 2 പൊതിയായിരിക്കും. ആ, ഇത് അമ്മണിക്കുട്ടിക്ക്. ഇതാ ചെമ്പൻ്റെ അമ്മമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പൻ മേടിച്ച് വെച്ചത്. ഇത് ഞാൻ കൊടുത്തിട്ട് വരാം. ഇതൊന്ന് പിടിച്ചാൽ മതി. രക്ഷപ്പെട്ടിട്ടു. സീൻ 2. 2 ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് ബോംബല്ല, ടൈം പീസ് എന്നൊക്കെ അറിയും. നമ്മുടെ എന്നാ പിടിച്ചോ.
അമ്പു ഇത് നീ എടുത്തറ എനിക്ക് വേണ്ട അമ്പു നീ പിടിക്കുന്ന എനിക്ക് നിങ്ങളെ ഇതൊന്നും വേണ്ട എനിക്ക് ആരെയും വശാരൊന്നും വേണ്ട എന്നാ. ആ ഇരുണ്ട രാത്രിയിൽ കേശവൻ പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിക്ക് ശേഷം ഒരു കരിഞ്ഞ മണം. അത് പൊളിക്കും. എന്താ ഒരു കരിഞ്ഞ മണം? രതീഷേ, ചമ്പ നീ വന്ന കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് ചമ്പ. പൊട്ടിത്തെറിക്ക് ശേഷം കേശവൻ ബോംബ് പൊട്ടും പോലെ അട്ടഹസിക്കും. ആ അടുത്തേക്ക് കട്ട്. കട്ടലടാ ചവിട്ട്. ഓൻ്റെ ഒരു സ്ക്രിപ്റ്റ് കോപ്പ്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.